ഏറന്മാൻ്റെ സഹോദരിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അന്നൊരു ഈ പറഞ്ഞ ഒരു മുസ്ലിം ഒരു നമ്മൾ സൂഫി എന്നൊക്കെ പറയുന്ന അങ്ങനെ അദ്ദേഹം ട്രീറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ഏർമാൻ ഒരു ഇസ്ലാം മതത്തിലോട്ടൊരു വിശ്വാസം വരികയും അങ്ങനെ ഏർമാൻ ഇസ്ലാമായിട്ട് അവർ കുടുംബം മുഴുവനും കൺവേർട്ട് ആവുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം, അതായത് ഇദ്ദേഹം ഒരിക്കലും പഴയ ദിലീപ് എന്ന് പറയുന്ന ഒരു പേര് പറയാറില്ല. ഇദ്ദേഹം അതൊരു കഴിഞ്ഞ ജന്മം എന്ന രീതിയിലാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. പിന്നീട് ഏർമാനായ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം വളരെ അതായത് ഇന്നും അദ്ദേഹം ആ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതം തന്നെയാണ് അദ്ദേഹം നയിച്ചു പോകുന്നത്. കാരണം നിസ്കാരമായാലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എല്ലാവരോടുള്ളൊരു പെരുമാറ്റമായാലും പിന്നെ വളരെയധികം ചാരിറ്റി ചെയ്യുന്നതാണ് അദ്ദേഹം. എപ്പോഴും ഉമ്മയും പെങ്ങളും ഒക്കെ പോയിട്ട് അവിടുത്തെ ഒരു ഓർഫനേജിലായാലും പ്രായമായിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുക അവിടെ ഭക്ഷണം കൊടുക്കുന്നതും ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏർമാൻ. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു സങ്കല്പം തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് ഏർമാൻ. പിന്നെ നമുക്ക് ഏർമാനെ കുറിച്ച് കേട്ടിട്ടുള്ള അദ്ദേഹം രാത്രിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തമാശ രൂപേണൊക്കെ ഇന്നത്തെ പല മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പലപ്പോഴും ഏർമാൻ്റെ പോലെ എന്നൊക്കെ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. രാത്രി ഉറക്കമൊഴിക്കും അത് ഏർമാനെ പോലെ ആവാൻ. ശരിക്കും ഏർമാൻ തന്നെ പിന്നീട് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഏർമാൻ ഇളയരാജയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പകൽ മുഴുവനും ഇളയരാജയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നീട് ഇദ്ദേഹം ജിംഗിൾസ്, നമുക്കറിയാം പരസ്യത്തിലൂടെയാണ് ഏർമാൻ്റെ തുടക്കം സിനിമയിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ ജിംഗിൾസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെതായ ഒരു സമയം കിട്ടിയിരുന്നത്, സ്വന്തം വർക്കുകൾ ചെയ്യാനൊരു സമയം കിട്ടിയിരുന്നത് രാത്രിയായിരുന്നു. അപ്പോൾ പകൽ മുഴുവൻ ഇളയരാജയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് രാത്രി സ്വന്തം കാര്യത്തിനിരിക്കും. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഒരു റൂട്ടീനായി മാറി. ഇന്നും ഇളയരാജയുടെ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു രാത്രി ആകുമ്പോൾ തുടങ്ങും. രാവിലെ ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ സ്കൂളിലൊക്കെ, ഇന്ന് മക്കളൊക്കെ വലുതായി, അന്നൊക്കെ പറഞ്ഞിരുന്ന മക്കൾ സ്കൂളിൽ പോകുന്ന ഒരു സമയമാകുമ്പോഴായിരിക്കും ഇദ്ദേഹം വീട്ടിലെത്തിയിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇത് റൂട്ടീൻ അങ്ങനെയാണ്. അതായത് ഞാൻ ഏതൊരു സംവിധായകൻ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി ആ ഒരു സമയത്തൊക്കെ ഏർമാൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഏർമാൻ്റെ അമ്മ അവിടെ വന്ന് ബിരിയാണിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, മട്ടൺ ബിരിയാണി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ നോർമലി രാവിലെ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഈ സംവിധായകൻ ചോദിക്കുമ്പോൾ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ കഴിക്കുന്നത് പറയുമ്പോൾ ഏർമാൻ അതിൻ്റെ ഡിന്നറാണ്. അദ്ദേഹം അത് കഴിച്ചിട്ടാണ് പോയി കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവസം തുടങ്ങുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്.